മണിയന്റെ കഥയോ? രചന നിർവഹിച്ച് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ നിർമ്മിച്ച ARMന്റെ ആദ്യത്തെ സാരഥിയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശിവരാജ് സാർ. നല്ലൊരു കൈഡികളോട് കൂടി തന്നെ. And next, let me invite Shivajit Padmanabhan. നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ സ്വാഗതം ചെയ്യാം. നെക്സ്റ്റ്, let me invite Sanju Shivaram. And yes, and ഇനി ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. കോഴിക്കോടുകാരുടെ സ്വന്തം, നരിക്കുനിക്കാരുടെ എല്ലാമായ നമ്മുടെ പാത്തുമ്മ. യെസ്, സുരഭി ലക്ഷ്മി on the stage. Yes, now ഭക്ഷണ കാര്യങ്ങളിൽ പേര് കേട്ട, സ്നേഹത്തിന്റെ തനിമയും മഹിമയും രുചിച്ചറിഞ്ഞ കോഴിക്കോടിന് കലാരംഗത്തുകൂടി 2 ഈടുവെപ്പുകളാണ്. ജിതിൻ പുത്തഞ്ചേരി, അതുപോലെ തന്നെ സുരഭി ലക്ഷ്മി. അടുത്തതായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെലുങ്കു, തമിഴ് സിനിമകളിൽ കാലെടുത്ത് വെച്ച് ബുള്ളറ്റ് എന്ന ഒറ്റ സോങ്ങിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയാണ്. Yes, now it is the time to invite the golden, the gorgeous, the most exciting and the most amazing star of today. That is എല്ലാവരുടെയും ഹൃദയങ്ങൾ കൈയടക്കിയ the one and only Tabitha Thomas. Yes, മലയാളിക്ക് എന്നും അഹങ്കാരിക്കാവുന്ന, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ the one and only Tabitha Thomas on the stage. So now ഈ ഒരു സിനിമയ്ക്ക് എല്ലാ വിധത്തിലുള്ള ചുക്കാൻ പിടിച്ച, അതിനെ ജീവനും തേജസ്സും ഉൾക്കൊണ്ട് അതിന്റെ യഥാർത്ഥ ജീവൻ വെപ്പിച്ചത് അതിന്റെ ഡയറക്ടറാണ് മിസ്റ്റർ ജിതിൻ ലാൽ. അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. So now let me invite the core master of this ceremony, this movie, that is Mr. Sujit Nambiar. ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. Script writer Mr. Sujit Nambiar. So now team ARM അല്ലേ, ഞാൻ ഒരുപാട് നേരമായി നിങ്ങളെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആളുകളുടെ സംസാരമാണ്. ഹലോ കാലിക്കറ്റ്. കാലിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഞാൻ ടൊവിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കൂതറയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ്. ടൊവി പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്, അന്ന് ടൊവിയുടെ കൂടെ ആരും സെൽഫി എടുക്കാതിരുന്നപ്പം ഞാൻ ചെന്ന് സെൽഫി എടുത്തു. ഇന്ന് വീണ്ടും ഞാൻ അതേ കോഴിക്കോട് വന്നിട്ട് അതേ ടൊവിയുടെ കൂടെ ഒരു സിനിമ ചെയ്ത് ഡയറക്ടറായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. അതേ സിനിമ ഷൂട്ട് കാലിക്കറ്റ് നടക്കുമ്പോഴാണ് ഞാൻ സിനിമ ഷൂട്ട് തന്നെ കൂടുതലും കാണുന്നത്. അതിനുശേഷം താമരശ്ശേരി അല്ലെങ്കിൽ കാലിക്കറ്റ് ഈ ഭാഗത്തായിരുന്നു എന്നതിൻ്റെ മൊയ്തീൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ വളരെ സ്പെഷ്യലാണ് കാലിക്കറ്റ്. പിന്നെ ഇന്നലെ എത്ര പേര് സിനിമ കണ്ടു എന്ന് അറിയത്തില്ല. നിങ്ങളൊന്നും ഇതുവരെ കാണാത്ത ടൊവിനെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്തതെന്ന്
ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? മണിയൻ എങ്ങനെ? മണിയൻ ഓ, അപ്പോ എല്ലായിടത്തുനിന്നും, കേരളത്തിൽ നിന്നും പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും കിട്ടുന്ന റെസ്പോൺസ് വളരെ സന്തോഷം തരുന്നതാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇത് ഒറ്റയ്ക്കുള്ളൊരു എഫേർട്ടല്ല. എൻ്റെ ഒപ്പം ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് ആർട്ടിസ്റ്റും